നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജിയുമായി തമിഴ്നാട് കോൺഗ്രസ് എത്തുകയാണ്. ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി പദം മോദി ദുരുപയോഗം ചെയ്യുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. നിശബ്ദ പ്രചാരണം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നതിൽ നിന്ന് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് കോൺഗ്രസ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ധ്യാനിക്കുന്നതിൽ നിന്ന് തടയാൻ ആർക്കും അവകാശമില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-ന്, അതായത് ഇന്ന് നടന്നുകൊണ്ടിരിക്കെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. നിശബ്ദ പ്രചാരണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തോടുകൂടി മോദി അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിപ്പിച്ച് തിരികെ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ധ്യാനം അവസാനിപ്പിക്കാനായി. അതിന് തൊട്ട് മുൻപ് എന്തൊക്കെ പഠിച്ച പണി 18 നോക്കാമോ അതൊക്കെ പയറ്റുകയാണ് കോൺഗ്രസ്. പക്ഷെ അതെല്ലാം തന്നെ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. അതായത് ഹൈക്കോടതിയിൽ പോയി കാര്യങ്ങൾ തീർപ്പാക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രിയുടെ ധ്യാനം സംപ്രേഷണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കുന്ന 3 ദിവസം വിവേകാനന്ദ പാറയിലേക്ക് പൊതുജനങ്ങളെയും വിനോദസഞ്ചാരികളെയും തടയുന്നത് വ്യാപാരികളുടെ ഉപജീവന മാർഗത്തെ അടക്കം ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അതിനാൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നടത്തുന്ന ധ്യാനം ഉടൻ നിർത്താൻ ഉത്തരവിടണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകർ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മോദി ധ്യാനം ആരംഭിച്ചത്. 3 ദിവസമാണ് മോദിയുടെ ഇവിടുത്തെ ധ്യാനം ഇരിക്കുക. സ്ഥലത്ത് വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം ഒരു രാത്രിയും പകലും പൂർത്തിയാക്കിയിരിക്കുകയാണ്. 3 സാധനങ്ങളുടെയും സംഗമ കേന്ദ്രങ്ങൾക്ക് കിഴക്കേ ചെരുവിലാണ് ഈ ധ്യാനം. വെള്ളിയാഴ്ച രാവിലെ ഉദയസൂര്യനെ വണങ്ങി പൂജാപാത്രത്തിലെ തീർത്ഥം കടലിൽ ഒഴുക്കിയാണ് ആദ്യ പ്രാർത്ഥന പൂർത്തിയാക്കിയത്. കാവിമുണ്ടും ജുബയുമായിരുന്നു വേഷം. നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയും അണിഞ്ഞിരുന്നു. സൂര്യ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം സഭാമണ്ഡപത്തിലെ വിവേകാനന്ദ പ്രതിമയ്ക്കും മുന്നിൽ ധ്യാനത്തിനായി എത്തിയിരുന്നു. ഉണക്കമുന്തിരിയും കരിക്കും മോരുമായിരുന്നു ആഹാരം. വിവേകാനന്ദ പാറയിലെ മാനേജറുടെ മുറി പ്രധാനമന്ത്രിയുടെ ഉപയോഗത്തിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയായിരുന്നു അദ്ദേഹം ധ്യാനത്തിന് ശേഷമുള്ള സമയം ചെലവഴിച്ചത്. വിവേകാനന്ദ പാറയിലേക്ക് നേരത്തെ സന്ദർശകരെ വിലക്കിയിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയിരുന്നു. മോദി ധ്യാന മണ്ഡപത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് സന്ദർശകരെ പാറയിലേക്ക് പോകാൻ അനുവദിച്ചത്. തിരിച്ചറിയൽ രേഖ പരിശോധിച്ചും മറ്റ് വിവരങ്ങൾ ശേഖരിച്ചുമാണ് കടത്തിവിട്ടത്. എണ്ണത്തിനും നിയന്ത്രണം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുന്ന മണ്ഡപത്തിന് സമീപത്തേക്ക് സന്ദർശകരെ അനുവദിച്ചില്ല. പക്ഷേ അതേസമയം കോൺഗ്രസ് പലതരത്തിലുള്ള ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് ഹാൻഡിൽ വഴി വന്ന ട്വീറ്റിനെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഹാസവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പദത്തിലെ GDP വളർച്ചയെക്കുറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. 2023-24 സാമ്പത്തിക വർഷം രാജ്യം 8.2% വളർച്ച നേടിയെന്നും രാജ്യത്തെ കഠിനാധ്വാനം ചെയ്യുന്ന ജനങ്ങൾക്ക് അതിന് നന്ദി പറയുന്നുവെന്നുമായിരുന്നു മോദി എക്സിൽ കുറിച്ചത്.